ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അഫ്ഗാനി ചിക്കൻ ബിരിയാണിയാണ്. അഫ്ഗാനി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കാം. 1 കിലോ ചിക്കൻ ഏകദേശം ഉണ്ടത്. ഞാനിവിടെ ഇതുപോലെ വലിയ പീസുകളെ ഇതുപോലെ നമുക്കിങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഞാനിവിടെ എല്ലാം കൂടിയിട്ടുള്ള പീസുകളാണ് എടുത്തിരിക്കുന്നത്. വലുതും ചെറുതുമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസ് മാത്രമായിട്ടും എടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ചെറിയതും വലുതുമായിട്ടുള്ള ഇതുപോലത്തെ പീസുകളാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വലിയ പീസാണെങ്കിലും എടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിതുപോലെ വലിയ പീസുകളൊക്കെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു 2 സവോള ഇതുപോലെ റഫായി ചോപ്പ് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും പിന്നെ അതുപോലെ 10-25 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാനിതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം, അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ അരയാൻ എളുപ്പമുണ്ടാകും. അല്ലെങ്കിൽ ചിലതൊക്കെ അരയാതെ കിടക്കും. അതുകൊണ്ടാണ് നമുക്കിതൊന്ന് ചെറുതായിട്ട് നിന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 25 അല്ലിയോടെ വെളുത്തുള്ളിയും നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 15 മുതൽ 20 വരെ എണ്ണത്തിൽ നമുക്ക് കാഷ്യൂ നട്ട്സ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഞാനിവിടെ ഏകദേശം 1 കപ്പ് മല്ലിയില ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് നല്ലവണ്ണം ഗ്രൈൻഡ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അതിലേക്ക് 1 കപ്പ് തൈര് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കൂടെ നമുക്ക് പൊടി മസാല കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇവിടെ 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിനി അരച്ച് വച്ചിരിക്കുന്ന ഈ പേസ്റ്റ് കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് നാരങ്ങ നീരുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരില്ലെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ വിനെഗർ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കസൂരി മേത്തി ഒരു ശകലം കയ്യിൽ വെച്ച് ഇതുപോലെ നമുക്കൊന്ന് തിരുമ്മി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ കൈകൊണ്ട് തന്നെ ഇളക്കുന്നതായിരിക്കും നല്ലത്. നല്ല നമുക്ക് മസാലയൊക്കെ ചിക്കനില്ലാത്തവർക്ക് എല്ലായിടത്തേക്കും മസാല പിടിക്കത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സമയമുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് വയ്ക്കണം. 2 മണിക്കൂർ സമയമില്ലെങ്കിൽ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെച്ചിരിക്കണം. നമുക്കതിലേക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അരമണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ അരമണിക്കൂർ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചേക്കുക. അരമണിക്കൂറിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഈ വെയിറ്റിംഗ് ടൈമിൽ നമുക്ക് ഒരു 2 സവോള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ നമുക്ക് ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് ബ്രൗൺ ചെയ്ത് നമുക്ക് എടുക്കാം. നമ്മുടെ ബിരിയാണിക്കൊക്കെ നമുക്ക് ചേർക്കുന്ന ഫ്രൈ ഒനിയനാണ്. നമുക്കതിൻ്റെ പരുവമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കാഷ്യൂ നട്ട്സും നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് കാഷ്യൂ നട്ട്സ് നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അതും ഫ്രൈ ചെയ്തിട്ട് ഒന്നെടുക്കാം. കരിഞ്ഞു പോകാതെ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് കാഷ്യൂ നട്ട്സ് എടുക്കണം. ഇനി നമ്മുടെ അരമണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതുപോലെ മസാലയിൽ നിന്ന് നമുക്കിതുപോലെ എടുത്തു മാറ്റാം. മസാല കുറച്ചൊക്കെ നമുക്കിതുപോലെ മസാല ചിക്കനകത്തൊന്ന് പോകുന്ന രീതിയിൽ ഒന്ന് കുടഞ്ഞ് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മസാല നമുക്ക് മാറ്റിയെടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ മസാല മാറ്റിയെടുക്കണമെന്ന് പറയുന്നത്. നമ്മളത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വെറുതെ ആ മസാല കരിഞ്ഞു പോകത്തേ ഉള്ളൂ. നമുക്ക് വീണ്ടും ഈ മസാല നമുക്ക് യൂസ് ആവുന്നതാണ്. ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നമ്മുടെ ചിക്കനും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ചെറിയ പീസസ് ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഉള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയ പീസസ് ആയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ബിരിയാണിക്ക് എടുക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ വലിയ പീസസ് തന്നെ നോക്കി എടുക്കുക.
ബിരിയാണിക്ക് എടുക്കുന്ന പോലുള്ള വലിയ പീസസ് എടുത്ത് നിങ്ങൾ ഉണ്ടാക്കുക. അഫ്ഗാനി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വലിയ പീസസാണ് നല്ലത്. ഇനി നമ്മൾ ഈ ബാക്കി വന്നിരിക്കുന്ന മസാലയിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ക്രീമാണെങ്കിൽ അത് എടുത്താലും മതിയാവും. അല്ലെങ്കിൽ അമൂലിൻ്റെ ക്രീം, ഫ്രഷ് ക്രീം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി ഈ മസാല ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. മസാലയിൽ നിന്ന് എണ്ണ ഒക്കെ ഒന്ന് വേർവിട്ട് വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. പാത്രമൊക്കെ കഴുകി നന്നായി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായി നമുക്ക് ഈ മസാല ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മസാല ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള എരിയൊക്കെ നിങ്ങൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ എരി അനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാല നന്നായിട്ട് വേകുന്നത് വരെ നമുക്ക് ഒന്ന് വേവിക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് ദം ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് മസാല ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഒരു 90% വെന്തിരിക്കുന്ന ബാസ്മതി റൈസാണിത്. ഇട്ട് കൊടുത്ത് നമുക്കിതുപോലെ ബിരിയാണിക്ക് ഇത് ലെയറായിട്ട് ചെയ്യുന്നത് പോലെ മസാല, പിന്നെ നമുക്ക് ചോറ്, അതിൻ്റെ പുറത്തേക്ക് ചിക്കൻ, പിന്നെ അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻ, കാഷ്യൂ നട്ട്സ്, ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് തട്ടായി നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കേസർ ഉണ്ടെങ്കിൽ കേസർ ഇട്ട് കൊടുത്തിട്ടുള്ള പാലിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല. കുറച്ച് നെയ്യ് കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് ദം ചെയ്യാനായിട്ട് ഇട്ട് വെക്കാം. അടി കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും തവയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ബിരിയാണിയുടെ പാത്രം എടുത്ത് വെച്ച് നമുക്ക് ചെറിയൊരു ഫ്ലെയിമിലിട്ട് കൊടുത്ത് നമുക്കത് 10 മിനിറ്റ് ദം ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ബിരിയാണി തുറന്ന് നോക്കി നമുക്ക് ആയിട്ടുണ്ടാകും. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ സെർവിങ് പ്ലേറ്റിലേക്ക് ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എളുപ്പമാണ്, ഒത്തിരി സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.